രാവിലെ ഫുൾ എനർജിയിൽ എഴുന്നേൽക്കുന്നു ആൻഡ് പ്രോമിസ് ചെയ്യുന്നു ഇന്ന് ഞാൻ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിരിക്കും. പക്ഷെ നീ ഇമ്മീഡിയറ്റ്ലി ഫോൺ ചെക്ക് ചെയ്യുന്നു. 5 മിനിറ്റ് സ്ക്രോൾ ചെയ്യാനിരുന്ന് എങ്ങനെ ഒരു മണിക്കൂറായി എന്ന് മറന്നുപോകും. രാവിലെ തന്നെ യു ഫീൽ ഗിൽറ്റി, യു ഫീൽ ലേസി. പക്ഷെ ഇതിന് കാരണം നീയല്ല, നിന്റെ ബ്രെയിൻ ദ സെയിം ഔട്ട്ഡേറ്റഡ് സിസ്റ്റം റൺ ചെയ്യുന്നത് കൊണ്ടാണ്. നീ ഈ സൈക്കിൾ വർഷങ്ങളോളം റിപ്പീറ്റ് ചെയ്യുന്നു, നീ പോലും അറിയാതെ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ബ്രെയിനിനെ റീവയർ ചെയ്യാൻ കെൽപ്പുള്ള 5 പവർഫുൾ ഹാബിറ്റിനെ കുറിച്ചാണ്. സോ യു വിൽ ഹാവ് എ ന്യൂ വേ ടു ലിവ് യുവർ ഡെയിലി ലൈഫ് ആൻഡ് ബി വിത്തിൻ ഇറ്റ് ഫുള്ളി. ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനർജി സേവ് ചെയ്യാൻ വേണ്ടിയാണ്. നീ എടുക്കുന്ന ഓരോ ഡിസിഷൻസും ലൈക്ക് വാട്ട് ടു വിയർ, വാട്ട് ടു ഈറ്റ്, വാട്ട് ടു ഡു നിന്റെ മെന്റൽ എനർജി ഡ്രെയിൻ ചെയ്യും. ഇതിനെയാണ് ഡിസിഷൻ ഫെറ്റിഗ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്രെയിൻ ടയേർഡ് ആയാൽ അത് ഈസിയസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യും. മീൻസ് സ്ക്രോളിംഗ്, അവോയ്ഡിങ്, പ്രോകാസ്റ്റിംഗ്. ബ്രെയിൻ റീവയർ ചെയ്ത് ലൈഫ് എന്ന ഗെയിമിനെ ചേസ് ചെയ്യാൻ കെൽപ്പുള്ള 5 ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിൽഡ് എ ലൈഫ് റൺ ഓൺ ഓട്ടോ. നാളെ മുതൽ ഞാൻ ഹെൽത്തി ആയത് മാത്രമേ കഴിക്കൂ. ഞാൻ നാളെ മുതൽ നേരത്തെ എഴുന്നേൽക്കും. എത്ര തവണ ഇത് നീ പറഞ്ഞിട്ടുണ്ടാകാം? 2 ദിവസം ചിലപ്പോൾ ഇത് ശരിയായി നടന്നിരിക്കാം. ദെൻ ലൈഫ് ഹാപ്പൻസ് ആൻഡ് എവറിത്തിങ് ബ്രേക്സ്. ഒരമ്മയുണ്ട്. എല്ലാ രാത്രിയും അവർ പ്ലാൻ ചെയ്യും. നാളെ രാവിലെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യും, ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കൂ. പക്ഷെ രാവിലെ ആകും, കുട്ടി കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കും. ഷീ ഫീൽസ് ടയേർഡ് ആൻഡ് ദെൻ ഷീ സ്കിപ്പ് എവറിത്തിങ്. രാത്രി പിന്നെയും ഗിൽറ്റി ആകും. ഇതിന് കാരണം അവർ വീക്കായത് കൊണ്ടല്ല, കാരണം അവരുടെ പ്ലാൻ ഒരു പെർഫെക്റ്റ് കണ്ടീഷനിൽ ഡിപ്പെൻഡിങ് ആണ്. അതായത് 5 മണിക്ക് എഴുന്നേൽക്കുക. ബ്രെയിൻ അൺസർട്ടനിറ്റിയെ വെറുക്കുന്നു. ബിഗ് ഗോൾസ് എന്നാൽ പ്രഷർ ആൻഡ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് അവോയ്ഡൻസിലേക്ക് വഴിമാറുന്നു. അതായത് ഞാൻ ഹെൽത്തി ആവും എന്ന് പറയുന്നതിന് പകരം ഓട്ടോമാറ്റിക്കലി ഹെൽത്തി ആകുന്ന ഒരു ലൈഫ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. കുട്ടി കളിക്കുന്ന സമയം 5 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യാം. ഒരു ജങ്ക് സ്നാക്കിന് പകരം ഒരു ഫ്രൂട്ട് തിരഞ്ഞെടുക്കാം. നോ ബിഗ് ചേഞ്ച്, നോ പ്രഷർ. യു ഡോണ്ട് ഫെയിൽ ബിക്കോസ് യു ലാക്ക് ഡിസിപ്ലിൻ. യു ഫെയിൽ ബിക്കോസ് യുവർ ലൈഫ് ഈസ് നോട്ട് ഡിസൈൻഡ് ടു സപ്പോർട്ട്. സേവ് യുവർ ബ്രെയിൻ എനർജി. മിക്ക ആളുകളും ടയേർഡ് ആകുന്നത് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ല, അവർ കൂടുതൽ ഡിസിഷൻസ് എടുക്കുന്നത് കൊണ്ടാണ്. നിന്റെ മോർണിംഗ് തന്നെ കൺസിഡർ ചെയ്യാം. ഞാൻ ഇന്ന് എന്ത് ഡ്രസ്സ് ഇടും, ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കും, ഞാൻ ആദ്യം എന്ത് ചെയ്യും. ബൈ 10 AM നിന്റെ ബ്രെയിൻ ഓൾറെഡി എക്സോസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്യേണ്ട ടൈം ആകുമ്പോഴേക്കും നീ പറയും ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ. അതുകൊണ്ട് നിന്റെ ലൈഫിലെ ചില കാര്യങ്ങളെ ബോറിംഗ് ആക്കാം. ഫിക്സ് 2-3 ഔട്ട്ഫിറ്റ് ഫോർ റൊട്ടേഷൻ, ഫിക്സ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ്, ഫിക്സ് യുവർ വർക്ക് സ്റ്റാർട്ട് ടൈം. അപ്പോൾ ബ്രെയിൻ ആർഗ്യൂ ചെയ്യില്ല, അത് ഫോളോ ചെയ്യും. കാരണം നീ ലൈഫിലെ മെനി ചോയ്സസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഫോൾ ഇൻ ലവ് വിത്ത് ഷോയിങ് അപ്പ്. 2 പേഴ്സൺ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം. ഡേ 1 10 വ്യൂ കിട്ടി, ഡേ 2 7 വ്യൂസ്, ഡേ 15 3 വ്യൂസ്. ഫസ്റ്റ് പേഴ്സൺ വിചാരിച്ചു എന്തുകൊണ്ട് എന്ത് നടക്കാനാണ്, സോ ഷി സ്റ്റോപ്ഡ്. പക്ഷെ മറ്റേയാൾ സെയിം വ്യൂ തന്നെ കിട്ടി, ബട്ട് അവർ കരുതി എൻ്റെ ജോബ് പോസ്റ്റ് ചെയ്യുക മാത്രമാണ്. അവർ നമ്പർ ചെക്ക് ചെയ്തില്ല. മന്ത്സ് ലേറ്റർ 1 വീഡിയോ എക്സ്പ്ലോഡ്. ബ്രെയിൻ നിന്നും ക്വിക്ക് റിവാർഡാണ് വേണ്ടത്, നോ റിസൾട്ട്. സോ ബ്രെയിൻ കരുതുന്നത് ദിസ് ഈസ് യൂസ്ലെസ്, അതുകൊണ്ട് അത് നിന്നെ ക്വിറ്റ് ചെയ്യാൻ പുഷ് ചെയ്യും. നമുക്ക് 2 വേൾഡായി കൺസിഡർ ചെയ്യാം, ഇൻപുട്ട് വേൾഡ് ആൻഡ് ഔട്ട്പുട്ട് വേൾഡ്. ഇൻപുട്ട് വേൾഡിൽ നിനക്ക് ഫുൾ കൺട്രോൾ ഉണ്ട്. ഇന്ന് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ പാട്ട് ഞാൻ ഫുള്ളി ചെയ്തു. പക്ഷേ ഔട്ട്പുട്ട് വേൾഡിൽ നിനക്ക് കൺട്രോൾ ഇല്ല. നീ ചെയ്യുന്നതിൽ നിന്നും നിനക്ക് എന്ത് റിസൾട്ട് ഉണ്ടാകുന്നു എന്നത് നിന്നിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയ ഒരു കാര്യമല്ല. സോ എനിക്ക് 5 കിലോ വെയിറ്റ് കുറയ്ക്കണമെന്നല്ല, ഞാൻ 10 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുമെന്ന് പറയും. യു ഡോണ്ട് ഫെയിൽ ബിക്കോസ് റിസൾട്ട് ആർ സ്ലോ, യു ഫെയിൽ ബിക്കോസ് യു കീപ് സ്റ്റെയറിംഗ് അറ്റ് ദം. ഡിസൈഡ് ബിഫോർ യു ഫീൽ. നീ കരുതുന്നത് ഞാൻ മോട്ടിവേറ്റഡ് ആയാൽ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്, ബട്ട് ഫീലിംഗ്സ് ചേഞ്ച് എവറി അവർ. നീ പഠിക്കാനിരിക്കുന്നു, രാത്രിയാൽ പറയുന്ന രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാം. ബട്ട് രാവിലെ പറയും കുറച്ച് കഴിഞ്ഞ് പഠിക്കാം, ബട്ട് ലേറ്റർ ബിക്കം നെവർ. ബ്രെയിൻ എന്നും കംഫർട്ട് ചൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഇല്ല എങ്കിൽ ഇറ്റ് ഡിഫോൾട്ട് ടു ഈസി. അതുകൊണ്ട് നിന്റെ ആക്ഷനെ പ്രീ ഡിഫൈൻ ചെയ്യാം, നോട്ട് ഇമോഷണലി ബട്ട് ലോജിക്കലി. 7 മണിക്ക് ഞാൻ വർക്കൗട്ട് ചെയ്യും. ലേസിയായി ഫീൽ ചെയ്താൽ 5 മിനിറ്റ് മാത്രം വർക്ക് ചെയ്യും. ഇപ്പോൾ നീ ലോ ആയി ഫീൽ ചെയ്താലും യു ഡോണ്ട് തിങ്ക്, യു ജസ്റ്റ് സ്റ്റാർട്ട്. Your life does not change when you feel ready. It changes when you act without waiting to feel ready. Protect your mind. നീ രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുക്കുന്നു, just for a moment. നീ മെസ്സേജ് കാണുന്നു, then Instagram, then reel. സഡൻലി നിന്റെ മൂഡ് ചേഞ്ച് ആകും.
ഫോക്കസ് ഡിസപ്പിയേഴ്സ് ആൻഡ് യുവർ പ്ലാൻ ഈസ് കാം. നിന്റെ ദിവസം സ്റ്റാർട്ട് പോലും ചെയ്തിട്ടുണ്ടാവില്ല. മോർണിംഗ് ബ്രെയിൻ എന്നത് ഹൈലി സെൻസിറ്റീവ് ആണ്. എന്താണ് നീ ഫസ്റ്റ് കൺസ്യൂം ചെയ്യുന്നത് എന്നത് ഷേപ്സ് യുവർ എൻറ്റയർ ഡേ. അതുകൊണ്ട് ചെറിയ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യാം. നോ ഫോൺ ഫസ്റ്റ് 30 മിനിറ്റ്, നോ സ്ക്രോളിംഗ് ബിഫോർ സ്ലീപ്പ്, കീപ് ഡിസ്റ്റൻസ് ഫ്രം നെഗറ്റിവിറ്റി. If you don't protect your attention, someone else will use it for their benefit. You don't rise to your goals, you will fall to your identity. നീ വിശ്വസിക്കുന്നത് നീ ലേസിയാണ്, എനിക്ക് കൺസിസ്റ്റന്റ് ആവാൻ പറ്റില്ല എന്നാണെങ്കിൽ നിന്റെ ബ്രെയിൻ അത് റൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. അതുകൊണ്ട് അതിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. ഐ എം സംവൺ ഹു ഷോസ് അപ്പ്, ഐ എം സംവൺ ഹു ഫിനിഷസ് തിങ്സ്. അത് നിന്നെ ബ്രെയിൻ ഡിഫറെൻ്റ്ലി കാണാനായി ട്രെയിൻ ചെയ്യും. നിന്റെ ബ്രെയിൻ ഡ്രീംസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇറ്റ് കെയർ അബൌട്ട് പാറ്റേൺസ്. നീ എന്ത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നത് ബിക്കംസ് യുവർ ലൈഫ്. ഒരു ദിവസം നീ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ആം ഗ്ലാഡ് ഐ സ്റ്റാർട്ടഡ് വെൻ ഇറ്റ് വാസ് ഹാർഡ് ഓർ ഐ വിഷ് ഐ സ്റ്റാർട്ടഡ് വെൻ ഐ ഹാഡ് ടൈം എന്നാണ്. ആ ചോയ്സ് നിന്റെ ഫ്യൂച്ചറിൽ ഡിപ്പെൻഡൻ്റ് അല്ല, ഇന്ന് നീ എന്ത് ചെയ്യുന്നു എന്നതിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആണ്. ഈ വീഡിയോ നിന്നെ ഒന്ന് പോസ് ചെയ്ത് തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ ഒരു ഹാബിറ്റ് എങ്കിലും ചൂസ് ചെയ്ത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. And comment below, I am starting now. Because the moment you decide, your life already begin to change.